രാവിലെ വരെ മുഷിഞ്ഞിരിക്കുക അല്ലയോ? എന്താ അറിയാമോ, 8 പിള്ളേരായിരുന്നു എനിക്കും ത്രേസ്യാമ്മയ്ക്കുവേ. അപ്പോൾ ബാക്കിയുള്ളവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെയാ. പിന്നെ ഏറ്റവും ഇളയവൻ്റെ ചെറുക്കനുണ്ട്, അവനും ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ താമസിക്കുന്നതേ. അപ്പോൾ അവൻ്റെ തന്നെ നല്ലതൊക്കെ ഞാൻ തീർന്നു പോയതാ. പിന്നെ അപ്പം ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ടാണ് ഞാനീ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുക്കൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി നമ്മൾ അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങ് നടന്നു പോകുന്ന കാലഘട്ടമായത്. ജോഡി പങ്കജാന്നോടി ഇരിക്കുന്നത്. പങ്കജ് എന്തുകൊണ്ട് ഞങ്ങൾ എൻ്റെ തത്ത് താഴെ പഠിച്ചേ അവള്, പക്ഷേ തോറ്റ് അവസാനം എൻ്റെ മേലിലായി അവൾ. ആണെന്ന് ഇവള് തൊഴിലുറപ്പില്ലായിരുന്നു, ഇന്നില്ലായിരുന്നു എന്ന്. തൊഴിലുറപ്പ് പോത്തില്ല കേട്ടോ, മടിച്ചോ പണിക്കല്ലോ. തോടെ ഇതാരാ പോന്നേ? സന്ധ്യേ. ഓ നീ വാടി, അച്ചായൻ്റെ കൂടെ ചേർന്നേരം ഇരുന്നിട്ട് പോടി, അച്ചായനൊരു മനസ്സുഖം. വാ. യോ ദൈവത്തിന് നന്ദി സ്തോത്രം. കാരണം കുറേ നാളായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പൊ അത്രയും നേരം ഇങ്ങനത്തെ പോത്തുള്ളത് ഇപ്പോഴേ ഒരു റിപ്ലൈ. എന്തായാലും അത്രയൊക്കെ എത്തി. ഇനിയിപ്പോ ഇതേ പിടിച്ചാൽ കയറാൻ ഞാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പോളാന്ന് വെച്ചാൽ ചീത്ത പറഞ്ഞെന്ന്. പക്ഷേ എനിക്ക് ചായ ഞാൻ മരുവാണേ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏതോ വരട്ടെ. ഇത് ആരത്? ഷീലേ. ഷീല എവിടെ പോകടി? എന്തോ ചെയ്യാനാ ആവതുണ്ടായിരുന്നേ ഞാനും വന്നേനെ നിങ്ങളുടെ കൂടെ. പക്ഷെ എന്നാലും പേടിക്കണ്ട, എന്റെ ശരീരം ഇവിടെ ആണെങ്കിലും മനസ്സ് നിങ്ങളുടെ കൂടെ കേട്ടോ, മുഴുവൻ നിങ്ങളുടെ കൂടെ. ഇവിടെ തൊട്ട് പറയാറ് ഷീലയുടെ ഭർത്താവ് രമേശനാന്നോടാ പറയാ പോന്നെ. അവള് തൊഴിലുറപ്പിന് പോണേ, നീ എന്തിനാ അവിടെ താരത്തുമ്പോ പിടിച്ചു പോന്നേ? അവള് തൊഴിലുറപ്പിന് തന്നെയാണോ പോന്നേന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പോവാച്ചായോ? ഓഹോ സംശയം. ഇതാണ് ഈ സംശയം കൊണ്ടുവന്നാൽ കുടുംബം തകരും, അതാണ് വിഷയം. അതൊക്കെ ഞാനും എന്റെ ത്രേസ്യാമ്മയും കേട്ടോ. 8 പിള്ളേരുണ്ടായിരുന്നു എനിക്കും ത്രേസ്യാമ്മയ്ക്കും അന്ന് വരെ. പക്ഷെ ആ മരിക്കുന്നവരെ എനിക്ക് ത്രേസ്യാമ്മയെ സംശയമില്ല. എന്താ കാരണം? അവളൊന്ന് ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി കിട്ടണ്ടേ എനിക്ക് സംശയം തീർക്കാനേ കേട്ടോ. ഓരോന്ന് ഞാൻ ഏൽപ്പിച്ച് വെച്ചിട്ട് അവസാനം ഇതൊക്കെയാ എനിക്ക് ദേഷ്യം വരുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. നീ പോന്നാ കേട്ടോ, പൊക്കോ. നിന്നെ ഇനി ഒന്നും ചെയ്യാതെ നീ പോ. അങ്ങനെ ഇച്ചിരി കഞ്ഞി എടുത്ത് വെച്ചിട്ട് അതാണേ ചൂടുവാ, അതൊന്ന് ആറ്റി കുടിക്കാം. ഓ തൊടാനും പറ്റത്തില്ല, ആറ്റി കുടിക്കണം കേട്ടോ, അതാ എൻ്റെ. ഓ ഭൂമിയുടെ ഗുരുത്വാകർഷണം പോയെന്ന് തോന്നുന്നു, താടുന്നില്ലത്. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ആട്ടി കുടിക്കാന്ന് വെച്ചാൽ കൈ എത്തുന്നിടത്ത് മനസ്സെത്തുന്ന പ്രായമാണോ. അവിടെ ഇരിക്കട്ടെ, പിന്നെ ഞാനും കുടിക്കാന്ന. ഹലോ വയസ്സായ ഋഷ്യശൃംഗ. ഓ ടെൻഷനിലോട്ട് പോവാ, എന്തേലും വാങ്ങിക്കണോ? നടരാജൻ പെൻസിലിന്റെ ഫിഗറിൽ വന്ന് നിൽക്കുവാ അവൻ. എന്നിട്ട് അവൻ എന്നോട് എവിടെ പോവാടാ? ഞാൻ ജംഗ്ഷനിൽ പോവാ, വല്ലതും വാങ്ങിക്കണോന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 1/2 കിലോ ജംഗ്ഷൻ പൊതിഞ്ഞിങ്ങ് മേടിച്ചോണ്ട് പോയി കേട്ടോ. നീ ഞാൻ വല്ലതും വിളിച്ചു അതാണ് പറഞ്ഞത്, ഗുളിക വല്ലതും മേടിക്കണോന്ന്. വേണ്ട, ഇയാൾ എനിക്ക് ഗുളിയൊന്നും മേടിച്ച് തരണ്ടായേ. എനിക്ക് ആവശ്യമുള്ള ഗുളിയ മേടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ. എന്തോ ഗുളിക? എന്നിട്ട് ഞാൻ ഈ 10ാം ക്ലാസ്സിലെ പിള്ളേർ പരീക്ഷ എഴുതത്തില്ലേ, അപ്പൊ കോപ്പി അടിക്കാൻ തുണ്ട് വെക്കുന്നവർ ഇവിടെ എല്ലാം ഞാൻ പാത്ത് വെച്ചേക്കോ ഞാൻ. കാരണം അല്ലെ ഞാൻ മറന്നു പോകും സമയത്തിന് ഗുളിക കഴിക്കാൻ, മനസ്സിലായി? അതുകൊണ്ട് ഞാൻ വെച്ചേക്കോ. ഇയാൾ എനിക്ക് ഗുളിക എടുത്ത് തന്നിട്ട് കഴിക്കാന്നുള്ള ഒരു ഇതും എനിക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യ്, മറവിയല്ലേ വിഷയം, മറന്നോണ്ടല്ലേ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി മുതല് ഞാൻ ഓർമ്മിപ്പിച്ച ആ ഗുളിക എടുത്ത് തരാം. വേണ്ട, ഇയാൾ ഓർമ്മിപ്പിച്ചിട്ടൊക്കെ ഞാൻ കഴിച്ചു തന്നെ. പണ്ട് ഇവന്റെ ചെറുതിലെ ഇവൻ എനിക്ക് ചുമയുടെ മരുന്നെടുത്തോണ്ട് തരാൻ പറഞ്ഞു. ഇവൻ എന്ത് ചെയ്യുന്ന 4 മഞ്ചാടിക്കുരു എടുത്ത് വെള്ളം കൊണ്ട് തന്തി ഇവൻ എനിക്ക്. ആ മഞ്ചാടിക്കുരു ഞാൻ അറിയുന്ന ഇതുവല്ലാം ആ 4 മഞ്ചാടിക്കുരു നിന്ന് വെള്ളവും കുടിച്ച്. അതുകൊണ്ട് എന്തുവാ, അപ്പുറത്തെ വർഗീസിന്റെ റബ്ബർ തോട്ടത്തിൽ അത്രയും റബ്ബറിന്റെ ഇടയിൽ 4 മഞ്ചാടി മരം. അറിയാം, അത് അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയതുകൊണ്ടാ. അറിവില്ലാത്ത പ്രായത്തിൽ പറ്റി തൊഴിലുറപ്പിന് പോകുന്ന ശാന്ത ചേച്ചി ഇല്ലേ? ശാന്ത ചേച്ചി എന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ, എന്നാ ശാന്ത ചേച്ചി വിളിച്ചേ? അയ്യോ ഇത്രേ ഉള്ളോ? എൻ്റെ പൊന്നു ചേച്ചി, കൊച്ചിലെ തൊട്ട് നിങ്ങൾ എന്നെ കാണുന്നതല്ലേ. നിങ്ങൾ തൊഴിലുറപ്പിലെ കുറച്ച് പെമ്പിള്ളാർ എൻ്റെ വീട്ടിൻ്റെ വാതിക്കെ വന്നിരുന്ന് കുറച്ച് കഞ്ഞിയും വെള്ളം കുടിക്കുന്നതിന് എനിക്കെന്താ കുഴപ്പം? നിങ്ങളെല്ലാവരും ശാന്ത ചേച്ചിയെ ദൈവത്തെ ഓർത്ത് വഴിതെറ്റിപ്പോലും ഇങ്ങോട്ട് വരരുത് കേട്ടോ. കാരണം ചാച്ചൻ ഇവിടെ നിൽപ്പുണ്ട്, അതൊന്നും വേണ്ട. ഇങ്ങോട്ട് വരുന്ന സമയമാകുമ്പോൾ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചോളാം കേട്ടോ. വെച്ചേരി പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. എന്തോ ചെയ്യാനാന്ന് പറയും ചെറുക്കനെ. എന്ത് കൗണ്ടർ ഒന്നും അടിക്കുന്നില്ലേ? എടാ നീ ഞരമ്പേ കളിക്കുന്ന സമയത്ത് ഞാൻ കൗണ്ടർ അടിച്ച് നടക്കുക കേട്ടോടാ. നീ എന്നായിട്ട് ഉണ്ടാക്കാതെ. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഒരു കാര്യം? ഈ പുറത്ത് വന്നിരുന്ന് കഞ്ഞി കുടിക്കരുത്, കുടുംബത്തിനകത്ത് കയറി ഇരുന്ന് കഞ്ഞി കുടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? ആ കാണുന്ന കേട്ടോ കുടുംബം ഇവൻ പറയുന്നതേ, ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന കുടുംബമാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഞാൻ കയറാത്ത എന്താണെന്നറിയാമോ? ഞാൻ അതിനകത്തിരിക്കുമ്പോൾ ഒരു കാക്ക പറന്നു അതിൻ്റെ മേളിൽ കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പൊളിഞ്ഞ നെഞ്ചത്ത് വീഴും. ആ ഒരു പേടി. ഇന്നലെ ഞാൻ മരുന്നെടുക്കാൻ അതിനകത്ത് കയറിയപ്പം ഉത്തരത്തെ കൂടി പല്ലി അടഞ്ഞു പോകുക. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു കുഞ്ഞെ, ഈ ജുറാസിക് പാർക്ക് സിനിമയ്ക്കകത്ത് ദിനോസർ നടന്നു വരുമ്പോൾ ഇങ്ങനെ ഭൂമി കുലുങ്ങത്തില്ലേ, അതുപോലെ കുലുങ്ങുന്ന അറിയുന്നു. അതെല്ലാം കൂടെ എന്നെ നെഞ്ചത്ത് വീടായിരിക്കാൻ ഈ കട്ടിൽ പിടിച്ച് വെളിയിട്ടിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നത്. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, ഇറങ്ങി പൊക്കൂടെ. ഇറങ്ങിപ്പോവാൻ? ഇറങ്ങി പൊക്കൂടെ. ഞാൻ ബ്രിട്ടീഷുകാരോട് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാ ഈ സാമ്രാജ്യം മുഴുവൻ. അത് കളഞ്ഞിട്ട് ഞാൻ പോവാനും.
അല്ലെ തന്നെ ഞാൻ എവിടെ പോവാനാ? ഇനിയിപ്പോ നിനക്കതല്ല തന്നാ തള്ളയില്ലാത്ത നിന്നെ ഞാൻ നോക്കിയതിന് അതിന്റെ കൂലിയായിട്ട് എന്നെ ഇവിടെ ഇറക്കി വിടണമെങ്കിൽ ഞാൻ പോയേക്കാം. കൊച്ചേ, ഒരു വാടക വീട് സെറ്റ് ചെയ്ത് തരാമോ? പിന്നെന്താ? നിങ്ങളുടെ ഷൂട്ടിംഗ് ഇഷ്ടപ്പെടാതെ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ച ഏതെങ്കിലും വീട് കിടപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് സെറ്റ് ചെയ്ത് തരാമോ? ഒരു 10,000 രൂപയുടെ വീട് കിടപ്പുണ്ട്. അത്രയും വേണ്ട വേണ്ട, എന്താ പറയാ, ആഡംബരമായി പോകും. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അത്രയും വേണ്ട, ഒന്ന് താത്തിപ്പിടി. 3000 രൂപ കൊടുക്കുകയാണെങ്കിൽ എന്തിനാന്ന് ഒരാൾ താമസിക്കുന്നിടത്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കണം, കിടന്നു തുടങ്ങണം. എന്തിനാ ഈ 3000 എന്തിനാ? കുറച്ചുകൂടെ താത്തിപ്പിടി. കുറച്ചുകൂടെ ഷാജു മറ്റേ 2000 രൂപയ്ക്ക് മറ്റേ വീടിന്റെ കൂടെ 2000 രൂപ മതി. അയ്യോ, അതെന്തോ ഈ 2000 രൂപയൊക്കെ എവിടെ നിന്ന് ഇരുന്നിട്ടാന്ന്? 2 ആൾക്കാർ വല്ലതും പറയുമെന്ന് താത്തിപ്പിടി. കുറച്ചുകൂടെ 1000 രൂപയുടെ ഒരു വീട് പറഞ്ഞില്ലേ? 1000 രൂപയുടെ വീടുണ്ടോ? നിങ്ങൾക്കൊക്കെ പറ്റും കാശുകാർക്ക്, നമുക്ക് എന്തിനാ ഈ ആഡംബരം? കുറച്ചുകൂടെ താത്തിപ്പിടി. ചെറിയൊരു ഭവനം പോരാ. ഇനിയും താത്തണോ? ഇനിയും താത്തണോ? കുറച്ചുകൂടെ ഒന്ന് താത്തിപ്പിടി. ഒരു 500 രൂപ കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ വലിയ തുകയോ ഉള്ളത്. കുറച്ചുകൂടെ ഒന്ന് താത്തിപ്പിടിക്കാൻ പറഞ്ഞാൽ വേണ്ട കേട്ടോ, വേണ്ട വേണ്ട വേണ്ട. ഇതിലും കുറഞ്ഞ ഒറ്റ പൈസ പോലും കൊടുക്കാതെ കയറി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. എവിടെടാ? കാക്കയുടെ കൂട്. വേണ്ട അതാകുമ്പോ കുഴപ്പമില്ല, നിങ്ങൾക്ക് യാതൊരു വിഷമമില്ല. ഞാൻ ആ കാക്കക്കൂട്ടി കയറി കിടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇനി അതും ഇതും പറയും. എന്ത് പറയും? പണ്ടൊരുത്തൻ ഇതുപോലെ കയറി താമസിച്ചിട്ട് ഇപ്പോഴും നാട്ടുകാർ പറയുക. അതാരാ? കുയില്. വീലോ? ആ, പിന്നെ ആ കൂട്ടുകാരി മുട്ടയിട്ട് ഇപ്പോഴും. അപ്പൊ നാട്ടുകാർ എന്നെ അതും ഇതും പറയാറ്. ഇനിയിപ്പോ ഞാൻ അത് കയറി താമസിക്കാൻ കുയില് വന്ന് മുട്ടയിട്ട് അതും എന്നെ ചെത്താവും. ഇവനത് പറയും. അതുകൊണ്ട് അത് വേണ്ട. ചെറുമോനായോണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തുവാ? ചെറുമോനായോണ്ടല്ലേ പറയുന്നത്? നിന്റെ തന്തേ നോക്കിയ പോലെ ഒരുപോലെ തന്നെയാ നിന്നെ നോക്കുന്നത്. അതെങ്ങനെ അറിയാമോ? ഇവനെ അംഗനവാടി കൊണ്ടുവിടും. ഞാൻ അംഗനവാടി കൊണ്ടുപോയി രാവിലെ മുതൽ ഉച്ച വരെ ഇവന്റെ കൂടെ അവിടെ അംഗനവാടി ഞാൻ ഇരിക്കും. ഞാൻ അത് വേറെ ഒന്നും കൊണ്ടല്ല, അമൃതം പൊടി കിട്ടൂലോ, അത് ഉണ്ടാക്കിയിട്ട് കുറുക്കുണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. പോട്ടെ. പക്ഷേ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ നിന്റെ സ്കൂളിന്റെ വരാതെ ഇരിക്കൂടാ നീ വരുന്നവരെ. ഞാൻ മുട്ടയും പാലും അതവിടുന്ന് കിട്ടുമല്ലോ, അത് മേടിച്ചോണ്ട് പുഴുങ്ങി തിന്നും. അതിനാണ്. പക്ഷേ ഇവനെ ഹൈസ്കൂളിൽ കയറിയ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം എന്താ? കാരണം എന്തോ തേങ്ങ ഇരിക്കുന്ന തരാൻ. പിന്നെ നമ്മൾ ചോറും പൊടിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ പുള്ളിക്ക് വന്നിട്ടും കാര്യമില്ല. നാളെ ദൈവത്തെ ഓർത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ UK പോവാ. ഇനിയിപ്പോ വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ ഞാൻ മേടിച്ചു തരാം. എന്തിന്? നിനക്ക് UK പോവാൻ. UK പോകണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ UK പോവാന്ന്, യുണൈറ്റഡ് കിങ്ഡം. ഈ കണ്ടത്തിലൊന്നും കളിച്ചാ പോരാണ്ടവൻ ഇനി യുണൈറ്റഡ് കിണ്ടിക്ക് അത് പോവാ. ശരിയാവത്തില്ലത്. ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പുറത്തോട്ട് പോവാണ്. എന്റെ പുറത്തോട്ട് പോകാനുള്ള വിസ ശരിയാക്കി തരാൻ ഒരാൾ ഇങ്ങോട്ട് വരും. ദൈവത്തെ ഓർത്ത് അത് മുടക്കരുത് പ്ലീസ്. ഇല്ല, ഞാനായിട്ട് എന്തോ ചെയ്യാനാടാ. ഞാനായിട്ട് എന്തോ ചെയ്യാൻ വരുന്നവൻ വരട്ടെ. ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാനേ ക്ലയന്റ് വന്നിരിക്കുക. ഓക്കെ. ഹലോ ജോസേട്ടാ, താമസിക്കാൻ കുറച്ച് ഒരു കാര്യം പറയട്ടെ. ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമാണെങ്കിൽ എന്നോട് പറയണ്ട. വലിയ പ്രശ്നമാണെങ്കിൽ പറ, ഞാൻ അത് ഡീൽ ചെയ്യാം. എന്നാ വലിയൊരു പ്രശ്നമുണ്ട്. വലിയ പ്രശ്നം പറ, എന്താണ് കേക്കട്ടെ. അച്ചാച്ചൻ വിടത്തില്ല. പാരന്റ്സ് സമ്മതിച്ചില്ലെങ്കിൽ UK പോകാൻ പറ്റത്തില്ല. മാതാപിതാക്കളുടെ അനുവാദം വേണം, ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ കാര്യം തീർന്നു, പോകാൻ പറ്റത്തില്ല. അയ്യോ അതല്ല, എനിക്ക് ഇവിടെ നിൽക്കാനും പറ്റത്തില്ല ഇങ്ങനെ സ്വഭാവം കൊണ്ട്. നിങ്ങൾക്കറിയാവോ, ഇതിലും വഴി ഒരു പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റത്തില്ല. ചൂളോടിയും കമന്റടിയും പിന്നെ ഇന്നർ മീനിയും കൂട്ടി എല്ലാം പറയുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം എന്നെ എടുത്തു വളർത്തിയ ആളാ, നോക്കിയ ആളാ. അതുകൊണ്ട് പുള്ളിയുടെ സമ്മതം ഇല്ല, എനിക്ക് വരാനും പറ്റത്തില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞു സമ്മതിച്ചെടുക്കണം പ്ലീസ്. ഏതൊരു മുത്തച്ഛനും വീഴ്ത്താൻ പറ്റിയ ഒരു വിദ്യ എന്റെ ഉണ്ട്, എടുക്കട്ടെ. ഇൻഹരിയർ നഗറിലെ സിദ്ദിഖേ ആയിരിക്കുന്ന 3ാം പക്കത്തിലെ തിലകനാണ്. ഒരു പരിപാടിയും പുള്ളിയുടെ അടുത്ത് നടക്കത്തില്ല. അടുത്ത സിനിമയില് ഞാൻ ശരിയാക്കി തന്നാ പറയാം. മതി. അവിടേക്ക് അറിയാവോ? പല ഇതിലറിയാം. ചിരിക്കാൻ അറിയാവുന്നല്ല ഞാൻ ചോദിച്ചത്. എന്നെ അറിയാമെന്ന് ചോദിച്ചത്. എങ്ങനെ അറിയാൻ? ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ആളെ എങ്ങനെ അറിയാൻ? ഞാൻ UK ജോയ്. ഓക്കെ ജോയി, കൊള്ളാം, നല്ല പേര് കേട്ടോ. ഓക്കെ ജോയ് അല്ല, UK ജോയ്. ചിലർ ലണ്ടൻ ജോയ് എന്ന് വിളിക്കാറുണ്ട്. ശരി. ഞാൻ ഒരുപാട് പേരെ ലണ്ടനിലേക്ക് ഇങ്ങനെ പറത്തി കൊണ്ടുപോയി അവിടെ വിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോ എവിടുന്ന് വരുവാ ഇപ്പൊ ഇത്? ഞാൻ കടൽ കടന്നു വരികയാണ്. കടൽ കടന്നു വരാൻ നീ ആരാടാ? ഒമാൻ മത്തിയോ? ഒമാൻ മത്തിയാണോ ഈ ടൈയും കെട്ടി ഷൂസ് വിട്ട് പാൻറ് വിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്? പറയാനൊക്കെ ഇപ്പൊ പട്ടിയാൻ പൂച്ചയൊക്കെ നിക്കർ ഉടുപ്പ് ഇടിച്ച് കണ്ണാടയും വെച്ച് നടത്തുന്ന കാലഘട്ടമായി. അപ്പൊ ഫണ്ണിയാന്ന് തോന്നല്ലോ. അയ്യോ, ഇപ്പൊക്കെ എന്തോ ഫണ്ണി. പണ്ടൊക്കെ എല്ലായിരുന്നോ ഭയങ്കര തമാശ. അപ്പൊ അതല്ല, ഞാൻ കുട്ടികളെ കടൽ കടത്തി കൊണ്ടുപോകാൻ വന്നാണ്. അപ്പൊ ഞാനേ ഇത് കണ്ടില്ലൊക്കെ വലിച്ചു പറിച്ചു. ഞാന് ഈ ആൾക്കാരെ ലണ്ടനിലേക്ക് ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഒരാളാണ്. അങ്ങനെ ഇതിനടുത്ത് തന്നെ നമ്മുടെ കണ്ടത്തിലെ ജോയി ഇല്ലേ, ജോയിയുടെ മോൻ പീറ്ററിനെ ലണ്ടനിലേക്ക് കടത്തി ഞാനാണ്. അതെ, എന്തായിരുന്നു ദാരിദ്ര്യമായിട്ട് ഇവിടെ ഇരിക്കുമല്ലായിരുന്നോ? വളരെ ദരിദ്രനല്ലായിരുന്നോ? ഇപ്പൊ എന്താ 2 നില വീടായി, കാറായി, ബംഗ്ലാവായി, ടൗണിൽ 10 സെന്റ് സ്ഥലമായി. അങ്ങനെ അയാളെ പോയി. പിന്നെ ഇവിടെ ഒരു അധ്യാപകനില്ലേ, അദ്ദേഹം പേര് ഞാൻ മറന്നുപോയി. ജോർജിന്റെ മോനെ ഞാൻ കൊണ്ടുപോയി. ജോർജിന്റെ മോൻ ആകെ ദരിദ്രനായിരുന്നു. അവരുടെ വീട് ജപ്തി ചെയ്യാൻ നിൽക്കായിരുന്നു. ഞാൻ ചെന്നു,
അയാളെ കൊണ്ടുപോയി അയാളിപ്പോ എന്താ ടൗണില് ബംഗ്ലാവാണ് വെച്ചിരിക്കുന്നത് 4 കാറുണ്ട്. അത് ശരി. അതുപോലെ എസ്റ്റേറ്റ് അങ്ങാണ്ട് വാങ്ങിച്ചു. അത് ശരി. അപ്പൊ ഒരുപാട് പേരെ ഞാൻ കൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് വീടും അതുമൊക്കെ ഉണ്ടോ, കാറും ഒക്കെ? ഒന്നുമില്ല. ആ പൊട്ടങ്ങണ അപ്പൊ അവരെ കൊണ്ട് രക്ഷപ്പെടുത്തി നിനക്ക് പോയി രക്ഷപ്പെട്ടിരുന്നല്ല. ആലോചിക്കാം, അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പൊ അതല്ല പിന്നെ ഇവരെയൊക്കെ കൊണ്ടുപോകുമ്പോ എനിക്കൊരു ശമ്പളം കിട്ടും. അപ്പൊ ആ ശമ്പളത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. അതിനകത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പച്ചനൊന്ന് മൂളിയാൽ അപ്പച്ചന്റെ മോൻ പറക്കും. ഓക്കെ ആയാലും പിന്നെ എന്നാ വേണം? ഓക്കെ. ഞാൻ മൂളിയിട്ട് നീ അവനെ കൊണ്ടുപോകും. അപ്പച്ചനിപ്പോ മൂളി. അത് അങ്ങനത്തെ മൂളല്ല. പിന്നെ ഞാൻ മൂളിയിട്ട് നീ അവനെ കൊണ്ടുപോകത്തില്ല. അങ്ങനത്തെ മൂളല്ല. അത് വേണ്ട, അവൻ വേണ്ട. അപ്പച്ചൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പച്ചന്റെ ഈ കൊച്ചുമോന് രക്ഷപ്പെടുത്താനുള്ള ഒരു സംഭവം എന്റെ കയ്യിലുണ്ട്. ഓണയർക്ക് അതിലും വലിയ സംഭവം അവന്റെ ഇരിക്കുന്നു. നിന്റെ ഈ സംഭവം എന്തിനാ രക്ഷപ്പെടാൻ? അതിലും വലിയ സംഭവം. എടാ കുഞ്ഞുനാൾ പോലെ കാണുന്ന ഇറക്കനാടാ അവന്റെ നിന്നെക്കാട്ടി വലിയ സംഭവം അവന്റെ ഇരിപ്പുണ്ടെന്ന്. ആ സായിപ്പിനെ മാതാമ്മ എടുത്ത് എന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സംഭവം അവന്റെ ഇരിപ്പുണ്ട്. അതെന്ത് എടാ പാട്ടറിയാവുന്നവന് പള്ളിയിലെ പോയാറ്. പിന്നെ നീ ഏത് വെറുതെ പണി വെറുതെ അതല്ല. അപ്പൊ ഞാൻ ഒന്ന് ഇരുന്ന് നമുക്ക് സംസാരിച്ചാലോ? നമുക്കേ ഞാൻ എന്നാൽ നേരം കിടന്ന് സംസാരിക്കാം. പറഞ്ഞു ഇതെന്നെ കാണിക്കുന്നത്. ഒരാൾ വീട്ടിൽ വരുമ്പോ ഇങ്ങനത്തെ കാട്ടായാണ് കാണിക്കുന്നത്. ചുമ്മാ പിള്ളാരെ പോലെ മാറിക്കേ കാണിക്കുന്നത്. പിന്നെ പിള്ളേരെ പോലെ കാണാൻ പറഞ്ഞേ. പിള്ളേരെ പോലെ കാണാനാണോ പറഞ്ഞത്? പിള്ളേരെ പോലെ കാണിക്കല്ലേ, ഇങ്ങോട്ട് മാറി ഇരിക്കട്ടെ. അല്ലല്ല, അവിടെ നിന്നോണ്ട് പറഞ്ഞേ. നിന്നെ ഇവിടുന്ന് കടത്താനുള്ള പരിപാടിക്ക് വന്നോ നിന്നോണ്ട്. അല്ല അപ്പൊ ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങനെ ശുണ്ടി പിടിക്കല്ലേ. കണ്ടോ ഇതാണ് തുരുപ്പിടി. അല്ലല്ല വേൾഡ് മാപ്പ്. അത് ശരി. അപ്പൊ ഇതാണ് ഈ പിള്ളേർ ഇപ്പൊ കളി വെച്ച കാലയിലിട്ട് തട്ടി കളിക്കുന്ന ആ പരിപാടി ചെയ്ത സംവിധാനം. അത് വേൾഡ് കപ്പ്. ഇത് വേൾഡ് മാപ്പ്. അത് ശരി. ഇതിലെല്ലാ രാജ്യങ്ങളും ഉണ്ട്. അത് ശരി. ഈ കാണുന്നതാണ് ഇന്ത്യ. ഇതോ? ഇത് ഇന്ത്യ. അപ്പൊ ഈ പാവയ്ക്ക പോലെ കാണുന്നത് എന്തുവാ? പാവയ്ക്കല്ലത്. പിന്നെ അത് ശ്രീലങ്ക. ശരി. ഇപ്പുറത്ത് കണ്ടോ? ഇത് മൊത്തം കടലാ. കണ്ടോ? ഈ നീലക്കടലിൽ കിടക്കുന്നോ? അയ്യോ, ഇത് കണ്ടത് മുഴുവൻ കടല. മുഴുവൻ കടല. അപ്പൊ ഇതെന്തോടെ ഇറക്കാം? ഇത് ആൻഡമാൻ നിക്കോബാർ. അമ്മയ്ക്കാണ് അപ്പോൾ നഷ്ടമായിരിക്കും സംഭവം. എന്തോ? പിന്നെ ഈ കടലിന്റെ നടക്കൊണ്ട് ഏതോ ഒരു ബാർ വെച്ച ആര്യല്ല അത് ബാറല്ല, സ്ഥലമാണ്. അപ്പച്ചന് മോൻ പോകാൻ ഇവിടെ അറിയാം. ഈ കടൽ കണ്ടോ? ഈ കടല് കടന്ന് ഇവിടെ കിടക്കുന്നുണ്ടോ? ഇതാണ് ലണ്ടൻ. അവിടെയാണോ പോകുന്നത്? ഇവിടെയാണ് ഇവൻ പോകാൻ പോകുന്നത്. പിന്നെ അപ്പച്ചന് മോൻ കഴിവുണ്ടെങ്കിലേ ഈ ലണ്ടന്റെ ഏതാണ്ടോ ഈ ഭാഗത്തോടെ കിടക്കുന്നുണ്ടോ? ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജർമ്മനി, അതിന്റെ ഇപ്പുറത്ത് ഇറ്റലി. ഇറ്റലിയിൽ ചെല്ലാം സുരക്ഷിതമായിരിക്കും. ഇപ്പൊ ഇറ്റലി സുരക്ഷിതമായിരിക്കും. പക്ഷെ ഇവൻ ചെന്ന് കാല് കുത്തിയാൽ ഇറ്റലി ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത കറങ്ങിയതുപോലെ ഒരു കറക്കം കറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് സംഭവം. കണ്ടു. അപ്പൊ ഇവിടെയൊക്കെ ഇവന് സഞ്ചരിക്കണ്ടേ, രക്ഷപ്പെടണ്ടേ. പിന്നെ 10 മണിക്ക് ഇന്റർവ്യൂ ഉണ്ട്, സൂം മീറ്റിംഗ് ഉണ്ട്. 10 മണിക്ക് അതും കൂടെ കഴിഞ്ഞാലുണ്ടോ? അയ്യോ, നമുക്ക് പോവാം. ഇത് ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമല്ലോ അല്ലേ? പിന്നെ മീറ്റിംഗിൽ നീ പാസ്സാവണം. പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് ജോലി ഉറപ്പ്. നിനക്ക് അങ്ങ് പോവാം. ഓക്കെ. അപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട്, ശല്യപ്പെടുത്തരുത്. ലണ്ടനിൽ നിന്നേ സായിപ്പ് വിളിക്കും. നേരെ നിന്നുകൊണ്ട് ഇവരുടെ ഇന്റർവ്യൂ ആണ്. അത് കഴിഞ്ഞാൽ ഇവന് പോവാം. ഓക്കെ. അപ്പച്ച രക്ഷപ്പെട്ടില്ലേ? അപ്പച്ച മോൻ ലണ്ടനിലാണെന്ന് പറയാൻ മേലേ. അല്ല വെറുതെ അല്ലല്ലോ. ഇവിടുന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞോണം. ഉത്തരവൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, വരും. കണക്ട് ആയിട്ടുണ്ട്. ഹലോ സാർ. Could you please introduce yourself? അങ്ങനെ ഇത് ശരിയാക്കിയിട്ട് അങ്ങനെ പോണ്ട. അങ്ങനെ ശരിയാക്കിട്ട് പോണ്ട. അങ്ങനെ അത് ഈ സായിപ്പ് ഇവിടെ ഇരിക്കും. ഞാൻ ഇപ്പൊ സായിപ്പേ അവൻ വരത്തില്ല. സായിപ്പേ അതെല്ലാം പിടിക്കല്ലേ സായിപ്പേ? തുറന്നാ ഇവൻ അപ്പൊ തുടങ്ങും. ഞാനേ അങ്ങനെ ഇപ്പൊ നീ ഇതുവഴി അതിനകത്ത് ഫയൽസ് ഉണ്ട്. എടാ ഇച്ചിരി താറാമുട്ടയും മുക്കുറ്റും കൂടെ സമരച്ച് ഇതിനെ പുറത്ത് കയക്കൂടാ. അതല്ല ഫയൽസ്, രേഖകൾ അതിന്റെ അകത്തുണ്ടെന്ന്. രേഖ കണ്ട എല്ലാം കൂടെ തരാം. പക്ഷേ ഇംഗ്ലീഷിലൊന്ന് പറയാമോ? പറ്റത്തില്ല. ആ ചെറുക്കന്റെ ജോലി പോകുന്ന കാര്യം ഒറ്റ സെറ്റ് അല്ലേ? ചെയ്യാൻ പറ്റത്തില്ല. അല്ലല്ല, ഇവര് 2 കൊടുക്കും ഞാൻ. എന്തോ പറയാനും നോക്ക്. എടാ ഇത് തുറന്നാ ഇവൻ നാശമാണല്ലോ. എന്തുവാ എന്റെ ലൈഫ് പോവും. പിടിച്ചേ. അല്ല ഇവൻ എന്താന്നറിയാം? ഇവന് ചിലപ്പോ രാവിലത്തെ കുളി കഴിച്ചില്ലെങ്കിലാ. അപ്പച്ചാ
എടാ ഇവൻ എന്തോ അതുകൊണ്ടാ അവൻ ഇപ്പോഴും ഇരിക്കൂടാ അവൻ. അപ്പച്ച എന്റെ ജീവിതമാണ് അപ്പച്ചനെ ഇരിക്കുന്നത്. ഇത് അടച്ചു വെക്കുമ്പോൾ അവന്റെ വായ അടയ്ക്കുന്നതെന്ന് തോന്നുന്നു, മിണ്ടത്തില്ല. പിന്നെ തുറക്കുമ്പോഴാ അവന് തുറക്കൽ ഇപ്പോൾ ഒന്നും എന്തൊരു നാശമാന്ന് പറയുന്നത്. പങ്കജം ഇത് പിടിക്കാമോ? കാണിക്കുന്ന കണ്ടത്. പങ്കജം തുറന്നേ, പങ്കജം തുറന്നേ, ഇവിടെ തുറന്നേ, പങ്കജം പതുക്കം തുറന്നേ. പങ്കജമെന്നല്ല, ഇനി പങ്കജാശനെ കൊണ്ട് ഉറപ്പിച്ചാലും ഇതാത്തം. ഒരു കാര്യം ഞാൻ പറയാം, വിഷയമാ ഇത്. തരത്തില്ല, എനിക്ക് വേണ്ട. താൻ തരത്തില്ല, എനിക്ക് വേണ്ട. നീ അങ്ങനെ അങ്ങനെ എന്നെ ഇട്ടിട്ട് അങ്ങനെ യു കെ പോണ്ട. എന്റെ ജോലി പോയില്ല, ഇപ്പൊ 13 പോയില്ലേ? എത്ര വർഷമായി ഞാൻ ഈ നാണം കെട്ട് ഇവിടെ ജീവിക്കുന്നു. ഇങ്ങനെ കാരണം ഇതിലും വഴി ഒരു പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടോ? എനിക്കൊരു കുടുംബമുണ്ടോ? എങ്ങനെ ഞാൻ പെണ്ണ് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും? ഇങ്ങനെ ഈ സ്വഭാവം വെച്ചിട്ട് എനിക്ക് മടുത്തു കേട്ടാ സത്യം. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇയാളങ്ങ് പോയാൽ മതിയായിരുന്നു. വെറുതെ പറയിക്കാനെ കൊണ്ട് എനിക്ക് വേണ്ട ഇയാളെ കയറ്റിവിടും, ഞാൻ പോയേക്കാം. അച്ചാച്ചൻ്റെ ഒരു തമാശയൊക്കെ കാണിക്കുന്നതാടാ. നീ എന്നോട് പിണങ്ങല്ലേ? നീ അല്ലേ പിന്നെ ആരാ അച്ചാച്ചനുള്ളത്? ആരുമില്ലടാ മക്കളെ, എല്ലാവരും പോയടാ വല്ലയിടത്തും ഒക്കെ. ആരുമില്ല, നീ അല്ലാതെ ആരുമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യ് സാറേ, ഇവനെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോക്കോ. എനിക്കിനി എന്നെ സംബന്ധിച്ച് ഇനി യാതൊരു പ്രശ്നവും ഇവിടെ നാട്ടുകാർക്കോ പെണ്ണുങ്ങൾക്കോ ഉണ്ടാകത്തില്ല. എൻ്റെ തമ്പുരാനാണ് സത്യം, ഉണ്ടാകത്തില്ല. ഇത് സത്യം, സത്യം, സത്യം. മോശമായി പേട്ടാ പറഞ്ഞേ. എന്ന് പാവം മനുഷ്യനാന്ന് നോക്കൂ. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്മാരുടെ വിലയൊന്നും നിനക്ക് അറിയത്തില്ല. വീട്ടിൽ ഇങ്ങനെ ഒരാളുള്ളപ്പം ഒട്ടും നിനക്കൊന്നും ഇതിന്റെ വില അറിയത്തില്ല. ഇത് ഇല്ലാണ്ടാവട്ടെ, അപ്പോൾ അതിന്റെ വില അറിയാൻ പറ്റുള്ളൂ. എടാ കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല. നിന്നെ തന്നെയാണോ ഞാൻ ഈ യു കെയിലേക്ക് കൊണ്ടുപോകാൻ പോയത്? എനിക്ക് വിഷമമുണ്ട്. മോശമായി നീ പോ. ഞാൻ പറയുന്നൊന്ന് കേക്ക് കേട്ടാ. ഞാൻ എൻ്റെ അപ്പുറത്തെ വിഷമത്തിന് പറഞ്ഞതാ, സങ്കടം കൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിനി വെളിയിലെങ്ങും പോകണ്ട. ഇനിയുള്ള കാലം ഞാൻ അപ്പച്ചൻ്റെ കൂടെ ഇവിടെ അങ്ങ് ജീവിച്ചോളാം. സത്യമായിട്ടും അപ്പച്ചാ ഞാൻ പോകുന്നില്ല അപ്പച്ചാ, ഞാൻ ഇവിടെ അങ്ങ് ജീവിച്ചോളാം. നീ പൊക്കോടാ. ഇല്ല ഞാൻ പോകുന്നില്ല അപ്പച്ചാ. ഇതിൽ കുഴപ്പമില്ലടാ, സാറിനോട് പോടാ. ഇല്ല ഞാൻ പോകുന്നില്ല. എനിക്ക് അപ്പച്ചനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അല്ല അപ്പച്ചാ, അല്ല കുഴപ്പമില്ല. അല്ല അവ സമ്മതിച്ചല്ലോ, കുഴപ്പമില്ലെന്ന്. ഇനിയിപ്പോ അവനെ എന്ത് ചെയ്തേ? അപ്പച്ചന്റെ മോനിപ്പത് അപ്പച്ചന്റെ കൂടെ എന്നും ഉണ്ടാവും. പീറ്ററിന്റെ ഭാര്യ ലിസിയാന്നോടി പോന്നേ. എടി കുളിക്കാൻ പോകുന്ന പോലെ ഞാനും വരുവാ. നീ ഇനി വരണ്ട. നീ ഇവിടെ ഉള്ളപ്പോ ഇതാണ് ഇങ്ങനെ വരുവെങ്കില്, നീ ഇവിടെ ഇല്ലാത്തപ്പോ ഇങ്ങനെ വല്ലൊരു തല്ലി കൊല്ലും. ഇതാണ് സാഹിബന്മാരുടെ ഗുണം. തെറി പറഞ്ഞാലും തിരിച്ച് താങ്ക്യൂ എന്നങ്ങ് പറഞ്ഞോളൂ.